അപ്പൊ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു സെയിൽസ് വീഡിയോ ആയിട്ടല്ല കേട്ടോ, ചെറിയൊരു കാര്യങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഈ വീഡിയോ കാണുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരോട് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഒരു എന്താ പറയാ, ഇങ്ങനെ വിമർശനമായിട്ടും പിന്നെ ന്യായീകരണമായിട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, ഒരു പാട്ടുണ്ടല്ലോ, സമദ് സക്കാഫി റുഷ്ദമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട് വന്നതിൻ്റെ ആ ഒരു ചെറിയൊരു കാര്യം, എനിക്ക് തോന്നിയ ഒരു ചെറിയ കാര്യം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയ കൂട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ആർക്കെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ആ ഒരു വ്യക്തിനെ വിഷമിപ്പിക്കാത്ത രൂപത്തിൽ, അതായത് ഒരു പബ്ലിക്കിന്റെ മുന്നിലാണ് ആ ഒരു വ്യക്തിനോട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ അറിഞ്ഞിട്ടുള്ള പിന്നെ ചില കാര്യങ്ങളൊന്നും നമുക്ക് അത്ര ഉണ്ട് ഒരു ഇതാക്കിയിട്ട് പറയാൻ കഴിയൂല. എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെയാണല്ലോ, ആരെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മുന്നിൽ അവരോട് പോയിട്ട് ആദ്യം ഈ ഒരു തെറ്റിനെ പറഞ്ഞിട്ട്, നിങ്ങൾ ചെയ്തത് തെറ്റ് ചെയ്താലുള്ള കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അതൊന്ന് നിങ്ങൾ മാറ്റി ചിന്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയല്ല, നമ്മൾ അവരോട് പോയിട്ട് അവരെ വിഷമിപ്പിക്കാത്ത രൂപത്തിൽ, മറ്റുള്ളവരെ മുന്നിൽ അവരെ പിന്നെ എന്താ പറയാ, മോശമായിട്ട് ചിത്രീകരിക്കാത്ത രൂപത്തിൽ അവരോട് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% അവർക്ക് എന്നോട് ഇവർ വന്ന് പറഞ്ഞല്ലോ, ഇനി ആ തെറ്റുന്ന് എനിക്ക് പിന്മാറാം, അങ്ങനെ ചിന്തിക്കണ മനസ്സുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു മറ്റുള്ളവരെ മുന്നിലാണ് നമ്മൾ ഈ ഒരു തെറ്റ് അവരോട് പറഞ്ഞ, ഒരു പബ്ലിക്കിന്റെ മുന്നിലൊക്കെ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മളെന്താ, അപ്പൊ ഈ ഒരു പാട്ട് വന്ന സമയത്ത് തന്നെ, ഈ ഒരു പാട്ട് വൈറലായ സമയത്ത് ഈ ഒരു പാട്ടിന്റെ ഇന്റർ മീനിങ് എടുത്തിട്ട്, അതായത് നെഗറ്റീവ് മീനിങ് എടുത്തിട്ട് ഇത് പബ്ലിക്കിനോട് വേണ്ടിയിട്ട്, ഈ ഒരു പിന്നെ കല്യാണം അല്ലെങ്കിൽ കല്യാണം കഴിക്കണ കൂട്ടുകാരോ അല്ലെങ്കിൽ അവരെ കുടുംബത്തിനോടോ പറഞ്ഞിട്ട് അത് നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയേണ്ടതിന് പകരം ഈ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ അവരെ മോശമായി ചിത്രീകരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതിനേക്കാളിലും നല്ലതല്ല ഇങ്ങനെ നമ്മൾ ആ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്ത് തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം നമുക്കറിയില്ല അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും. കാരണം ആ ഒരു പാട്ടിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സ്ത്രീകൾക്ക് എന്തായാലും ചിലപ്പോൾ നമ്മൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ സ്ഥലങ്ങളും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഹസ്ബൻഡിന്റെ കൂടെ തന്നെ ആയിരിക്കും പോയിട്ട് സ്ഥലങ്ങളായാലും പിന്നെ ഇതുവരെ കാണാത്ത കാഴ്ചകളൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ കൂടെ ഒക്കെ തന്നെ ആയിരിക്കൂല. അപ്പൊ അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇതന്നെയല്ല അത് വരുന്നത്. അപ്പൊ അതൊക്കെ ചിന്തിച്ചിട്ട് നമ്മളൊരു പോസിറ്റീവായി ചിന്തിക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് എന്തെല്ലാം എവിടേക്ക് ഇപ്പൊ നമ്മള് ചെറുപ്പം മുതൽ തീരെ എവിടെ നമ്മളൊരു വീട്, നമ്മള് സ്കൂള് അങ്ങനൊക്കെ ആയിട്ട് പോണ ഒരുപാട് കൂട്ടുകാരുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളാണ് പോസിറ്റീവായിട്ട്, നമ്മൾ എത്രപ്പോരം കാണാത്ത ലോകത്ത് എന്തെല്ലാം ഉണ്ട്, കാണാത്ത നമ്മൾ ആരും കാണാത്ത ഒരു ഇത് എന്തെല്ലാം ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാല് അങ്ങനെ ചിന്തിച്ചൂടെ, അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു പാട്ടിന് ഇത്ര അധികം വൈറൽ, ഇത്ര അധികം ആ ഒരു വീട്ടുകാർ അല്ലെങ്കിൽ ആ ഒരു കല്യാണം കഴിഞ്ഞ ആ കൂട്ടുകാർ ഇത്ര അധികം ഒരു സങ്കടപ്പെടുമായിരുന്ന. പക്ഷെ ഇങ്ങനെ നമുക്ക് ആ ഒരു പാട്ടിന്ന് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളത് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ശരിയായില്ല. ചിലപ്പോൾ പാട്ടിനോടൊക്കെ ഭയങ്കര മധുഹ ഗാനങ്ങളോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ കല്യാണത്തിനൊക്കെ അങ്ങനെ പാടിന്നൊക്കെ വരുമായിരിക്കും. പക്ഷെ നമുക്ക് അറിയില്ല കേട്ടോ, നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്നത് സംഗീതം ഹറാമ് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇത് പറയണത് എന്താ വെച്ചാല്, ആ ഒരു കുട്ടിക്ക് കുറച്ചെങ്കിലും ഒരു പോയിന്റെങ്കിലും ഈ ഒരു സംസാരത്തിൽ നിന്ന് ആശ്വാസം കിട്ടുകയാണെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമല്ലേ. കാരണം ആ കുട്ടീൻ്റെ ഞാനിപ്പോ ആ വീഡിയോസിലൊക്കെ കണ്ടിട്ട് വിമർശനം ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിപ്പോൾ അവര് പറയണ ഇന്റർവ്യൂവിൽ പറയണ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി മുഖമൊക്കെ മറച്ചിട്ട് കല്യാണവേദിയിൽ ഒരു ഫോട്ടോ പോലും എടുക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഫോട്ടോ പോലും എടുക്കാനുള്ള ഒരു ചാൻസ് പോലും ആ കുട്ടീൻ്റെ
പിന്നെ വസ്ത്രധാരണത്തൊന്നും ഒന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെ കേട്ടിട്ട്. അപ്പൊ എനിക്കൊരു ആ കുട്ടിനോട് ആ കുടുംബത്തിനോട് ഒരു സഹതാപം തോന്നിയിട്ട് നമുക്കൊരു ക്ഷമല്ല ഒക്കെ തവക്കൽത്തു അലല്ല. കാരണം ഒരു ചെറിയ ഒരു വിഷമം വരുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും എന്താ പറയാ അങ്ങനെ അങ്ങോട്ട് താഴ്ന്നു പോവാനല്ലല്ലോ നമ്മളെ മതം പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ തവക്കൽത്തു അലല്ല, അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക എല്ലാ കാര്യം. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് തന്നെയല്ലേ നമ്മൾ പഠിക്കണത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കുടുംബത്തിനോട് എനിക്ക് ഈ ഒക്കെ തവക്കൽത്തു അലല്ല, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ മറ്റുള്ള ചിലപ്പോൾ ചെറിയൊരു പരീക്ഷണമായിരിക്കും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം എൻ്റെ ഈ വാക്കിന്ന് നിങ്ങൾക്ക് പിന്നെ ഇത് കേൾക്കുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷെ അവരെ ആശ്വസിപ്പിച്ചിട്ട് അവരുടെ ഉള്ളിലേക്ക് ഒരു ആശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. വേദനിപ്പിക്കാൻ ഒരുപാട് എല്ലാവർക്കും കഴിയും, പക്ഷെ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകൾ കൊടുക്കാൻ അത് എത്ര പെട്ടെന്ന് നമ്മളെ മൈൻഡിക്ക് അത് എഫക്റ്റ് ആവും എന്നുള്ളതൊന്നും പറയാൻ പറ്റൂല. അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ വളരെയധികം ഒരു സങ്കടം തോന്നിയിട്ടാണ്. കാരണം ഇങ്ങനൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ ഇത്ര അധികമൊക്കെ പിന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടല്ല ഇത്ര അധികം ചെറിയതായിട്ട് കഴിഞ്ഞു പോകേണ്ട കാര്യങ്ങളൊക്കെ വലിയ രൂപത്തിൽ ജനങ്ങൾ പിന്നെ അറിയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിന് വളരെയധികം വളരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പക്ഷെ നെഗറ്റീവായിട്ടാക്കാനും വളരെയധികം എന്ന് പറഞ്ഞാൽ കൂടുതലൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു സാധ്യത ഉള്ള മേഖലയാണ് സോഷ്യൽ മീഡിയ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആര് എന്തൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ തെറ്റ് ചെയ്തവരോട് ആദ്യം ഒന്ന് പോയിട്ട് പറഞ്ഞിട്ട് അവരൊന്ന് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആ തെറ്റ് സ്വയം തിരുത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ പബ്ലിക്കിന്റെ മുന്നിൽ മൊത്തം ഒരു തെറ്റ് ചെയ്തെന്ന് കരുതിയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ആദ്യം തന്നെയാണ് പബ്ലിക്കിന്റെ മുന്നിലാണ്ട് മോശമാക്കിയിട്ട് പിന്നെ അതിങ്ങനെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ മാപ്പ് ചോദിക്കലൊക്കെ സാധാരണയാണ്, അതിനൊക്കെ നല്ല ഇതന്നെ ഉണ്ട്. പക്ഷെ അങ്ങനെ മാപ്പ് നമ്മൾ ചോദിക്കണേക്കാളിൽ നല്ലത് നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പറയണതല്ലേ നല്ലത്. അപ്പം നമ്മളെ ഈ ഒരു വീഡിയോ ഞാൻ ചെറിയ രൂപത്തിൽ ആരും വിമർശിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും പറഞ്ഞതല്ല കേട്ടോ. എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ കൂട്ടുകാരോട് ഒന്ന് ചെറുതായിട്ട് പങ്കുവെക്കണം തോന്നി, അങ്ങനെ പറഞ്ഞതാട്ടാ. അപ്പൊ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആ ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഒരു നല്ലൊരു ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ട് തന്നെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട, എല്ലാം പഠിച്ചോനല്ലേ തരുന്നത്. അൽഹംദുലില്ലാ, ഒക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിനും ഇത് എന്തായാലും നല്ലത് എന്തായാലും വരും. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും തവക്കൽത്തു അലല്ലാ, അത്ര തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, കമന്റ് ചെയ്യണം. എന്താണ് ഇതിന്റെ ഞാൻ ഈ പറഞ്ഞ വാക്കുകളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഓക്കെ, ബൈ.